ഹായ് ഗായ്സ്, നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ്. നൈസായിട്ടൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വിഷ്ണു പ്ലാനിങ് കുറേ ഇപ്പം എങ്ങോട്ടൊക്കെ പോണ തീരുമാനമായില്ല. നമ്മള് ഡൽഹിയിലേക്ക് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് സൂര്യണ്ട് ഏതാ ആരും അറിയില്ല. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ ഉണ്ട്, നമ്മൾ പോവാണ്. ബാക്കി നമുക്ക് അവിടെ ചെയ്യണം. അടുത്തുള്ള കിരണാണ് നമ്മളെ അജ്വലേക്ക് ആക്കി തരുന്നത്. അവിടുന്ന് നമ്മൾ അഫ്രീദിന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോയിൽ പോകും. സ്പോൺസർ അത് കൂടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അഫ്രീദിന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. അഫ്രീദ് അവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മള് ഇറങ്ങാണ്. അഫ്രീദൊക്കെ ഉണ്ട് അവിടെ. ബെർലിൻ എടാ പാർട്ട് ഓഫ് ഇത് കോപ്പിറൈറ്റ് അടിക്കും. ബൈ ഗൈസ്. Abhishek, bye. Bye guys. All the best. Happy journey. Enjoy guys. Enjoy. Goodbye. Yo. Guys, അങ്ങനെ നമ്മൾ ഓട്ടോ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആൽപ്പുറത്ത് ഒരാൾക്ക് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ട്രെയിൻ എത്ര മണിക്കാണ്? 11:30. എന്തെങ്കിലും പറയാം. സ്റ്റേഷനിലെത്തി നടക്കണം. ഗൈസ്, അങ്ങനെ നമ്മളൊരു പരിപാടി എടുത്ത് നമ്മളിപ്പോൾ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ 50, 100 ഇടിപ്പിച്ച് ഇങ്ങനെ ഇടുന്നുണ്ട്. എല്ലാവരുടെ അക്കൗണ്ടിൽ ഒരു 500 ആയിട്ട് അത്രയും കണക്ഷൻ ഉണ്ട്. നമ്മുടെ അപ്പുറത്തൊക്കെ നേരത്തെ വിളിക്കണ്ടേ. അങ്ങനെ നമ്മൾ വടക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിൻ എത്തും ഡൽഹിയിലേക്കുള്ള. നമ്മൾ അവിടെ നിന്നാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാം. പിന്നെ ട്രെയിൻ കയറിയിട്ട് ബാക്കി കാണിക്കാം. ഗായ്സ്, കാത്തിരുന്ന ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. ഫുൾ വൈബാണ് ഇവിടെ. അഫ്രീദൊക്കെ എന്ത് വന്നാലും സാക്രിഫൈസ് ചെയ്യുമെന്നാ പറഞ്ഞത്. പക്ഷെ ഇത്രയും അധികം സാക്രിഫൈസ് ചെയ്യുമെന്ന് നമ്മളിത് വിചാരിച്ചിട്ടേ ഇല്ല. കംഫർട്ടബിൾ ആണ് എല്ലാം കൊണ്ടും. ഉള്ള വൈബാണ് ഇവിടെ. പാട്ടൊക്കെ ഉണ്ട്. നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പായ നമ്മള് ഡൽഹിയിൽ നമ്മളെത്തി. ഇവിടുന്ന് അടുത്ത ട്രെയിനപ്പോൾ നോക്കും. ഇവിടുന്ന് ഫുഡ് കഴിച്ചോളൂ. ഫ്രഷ് ആവാനുണ്ട്. നിസാമുദ്ദീൻ. അങ്ങനെ നമ്മൾ ജമാ മസ്ജിദ് എത്തിയിട്ടുണ്ട്. ജമാ മസ്ജിദ് ഇതാ. അഫ്രീദ് അവിടെ കണ്ണാടിയൊക്കെ വാങ്ങുന്നുണ്ട്. നീ ഇൻസ്റ്റയിൽ പട്ടിച്ചോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. താരാദാസോ നമ്മള് മുഹബത്ത് കാ സർബത്തല്ല, ഒരു 144 പീസ് സാധനം കഴിക്കുന്നുണ്ട്. കുന്നുങ്കോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. എന്താ കഴിക്കണേ? ബീഫ് ബിരിയാണി. എന്താ കഴിക്കണേ? ചിക്കൻ ബിരിയാണി. നമ്മൾ കഴിച്ചിട്ട് കാണാം. നമ്മളത് ഓട്ടോ കയറാൻ പോകണ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഓട്ടോ കയറി ജമാ മസ്ജിദ്. അഫ്രീദൊക്കെ ഉണ്ട് അവിടെ. വിഷ്ണു സബ്സ്ക്രൈബേഴ്സ് മേ ഹായ് ബോലോ. സെലിബ്രിറ്റി നമ്മള് ഗോരഖ്പൂരിലേക്കുള്ള ട്രെയിൻ കയറി. സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ ഫൈനൽ സീറ്റ് കിട്ടി. നമ്മൾ നാളെ ഉച്ചയ്ക്ക് അവിടെ എത്തുള്ളൂ. പിന്നെ നോക്കുമ്പോൾ ബാക്കി നമ്മളെ യാത്രയിലൂടെ കാണാം. ബൈ ഗൈസ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീച്ച് മിക്സറൊക്കെ ഉണ്ട്. ഒരു സെറ്റാണ് അവിടെ. ഗായ്സ്, അങ്ങനെ നമ്മള് അടുത്ത സ്റ്റേഷനിൽ എത്താനായി. നമ്മളവിടെ
നമ്മളടുത്ത സ്റ്റേഷനിൽ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ് കാര്യം. ട്രെയിൻ ഇവിടെ നിർത്തി അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. അങ്ങനെയാണ് ഇവിടെ നമ്മളെ ചെക്കനെ കൊണ്ടുവിടാം. ഹസോ കറ ഹസോ നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പായ ഗോരഖ്പൂരിലെത്തിന് ഇവിടെ ഇനി ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത് നമ്മൾ നോക്കട്ടെ. അടുത്ത പ്ലാൻ എന്താണ് ബാക്കി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമ്മൾ ബസ് കയറി തുടങ്ങിയൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യ വിടാൻ പോവാണ്. നമ്മൾ ഏകദേശം എത്താനായി. എന്താണ് അപ്പുറം ഇത് അങ്ങക്ക് പറയാനുള്ളത്? ഇന്ത്യൻ്റെ അറ്റത്ത് ബോർഡറിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് എത്താനായി. ബാക്കി നമ്മൾ എത്തിയിട്ട് കാണിച്ചാൽ അല്ലേ? അങ്ങനെ നമ്മൾ നേപ്പാൾ എത്തി. നമുക്ക് കറൻസി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാക്കി നമുക്ക് വീഡിയോ കൂടെ കാണിച്ചു. ഇപ്പം ടൈമില്ല, ബോർഡർ കിടക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലേക്കുള്ള ബസ് കയറി. ഗൈസ് ഇപ്പോൾ സിം എടുക്കണം ഗൈസ്. അങ്ങനെ വീടെടുത്ത് നമ്മളെ ATM വന്ന് പൈസ എടുക്കാൻ വേണ്ടി വന്നാണ് നേപ്പാളിന്ന്. ഒരു ഐഡിയും കിട്ടുന്നില്ല. ഒരു പോക്കണ്ട് പോയി കാർഡ്. ഞങ്ങൾ ATM കയറിയിട്ട് കാർഡൊന്ന് വെറുതെ തിരിച്ചു നോക്കിയ. കാർഡെന്ന് വെച്ചാൽ കാർഡ് തിരിച്ചു നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇപ്പൊ കാണിച്ചുതരാം. ഇതാണ് സത്യം. നോട്ട് വാലിഡ് ഫോർ പേയ്മെന്റ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. ഇത് കണ്ടോടുകൂടി ഞങ്ങൾ ആകെ ഊമ്പി തെറ്റി. ഇനി എന്ത് ചെയ്യുമെന്ന് യാതൊരു ഇതൊരു ഐഡിയ ഇല്ല. ആകെ ഒരു ദിവസം കഴിഞ്ഞ് പോകാനുള്ള പൈസ പോലും ഇല്ല. നോക്കട്ടെ. അങ്ങനെ നമ്മൾ 5 കിലോമീറ്റർ നടത്തതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്ത് ബട്ടർ, നല്ല പീനട്ട് ബട്ടർ, ബ്രെഡ്, നേപ്പാളിലെ ഏതൊരു സ്ഥലത്ത് ഒരു ഭാഗം. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പശുപത്തിന ടെമ്പിളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടെമ്പിളിലെത്തി. അപ്പോൾ നമുക്ക് അവിടേക്ക് എൻട്രൻസ് ഇല്ല, ഹിന്ദുസിന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. ഹലോ ഗൈസ്, നമ്മൾ റൂം എടുത്ത് ഭയങ്കര ടയേർഡായി. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് ഒന്ന് റൂം എടുക്കാന്ന് വിചാരിച്ചു. ഇനി നമ്മളിവിടെ നിന്ന് മാർക്കറ്റിലേക്കൊക്കെ പോകണം. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ് ഗൈസ്. അപ്പം ഇനി നമ്മൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിൽ കാണാം. അങ്ങനെ നമ്മൾ ഫ്രഷായി പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ താമര മാർക്കറ്റിലേക്കാണ് പോണത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും അടിപൊളി ലുക്കിലൊക്കെ വന്നാണ്. അപ്പോൾ ഇത് ട്രക്കിങ് ചെയ്ത് 2 കിലോ കുറഞ്ഞെന്നൊക്കെ പറയണേ. എൻ്റെ ഷർട്ട് ഇട്ടത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റ് എത്തിയിട്ട് 6 പാക്ക് ആക്കി കഴിയുമ്പോൾ കൊടുക്കും. അപ്പം ഇനി മാർക്കറ്റിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി, ഫുഡൊക്കെ എത്തി. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താൽ നമ്മൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ. അങ്ങനെ നമ്മളൊരു തീമല്ല വാട്ടർ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണൊരു വ്യൂ. ചെറുതായിട്ടാണോ നമ്മൾ ചായ കുടിക്കാണ്ട് നിർത്തിയാണ്. ചായ നല്ല വൃത്തിയുള്ള അടിപൊളി വൃത്തികെട്ട ചായ. എന്ത് ചെയ്യാനാ? ചായക്ക് എത്ര 30 റുപ്യ? അല്ലാ ഗൈസ്, ഞങ്ങൾ മുടി വെട്ടിയിട്ട് കാണാം. അല്ല, താടി ഷേപ്പ് ചെയ്യാം. അതും എവിടെ നിന്നിട്ടാ? നേപ്പാൾ വന്നിട്ട് താടി ഷേപ്പ് ചെയ്യാൻ പോകും ഗൈസ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പകുതിയാക്കിയിട്ടുള്ള ഗൈസ്. വിഷ്ണു ഇവിടെ നല്ല മോട്ടിവേഷനിലാണ്. മൂഡ് ഗൈസ്. സീ ലുക്ക്.
ഞാൻ ആഫ്റ്റർ ആയിട്ടുണ്ട്. ഫറാന്റെ ആഫ്റ്റർ. നിങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് വിഷ്ണു? സൂപ്പറാ. വിഷ്ണു എല്ലാവരും മോട്ടിവേറ്ററാണ്. വിഷ്ണു എന്ത് കണ്ടാലും സൂപ്പർ പക്ഷെ ഇതാകും വളരെ കേസ്. അപ്പൊ നേപ്പാളിനോട് വലിയ പാട്ടേന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാപ്പ അടിച്ചിക്കുക. മറ്റേ ജയറാമിന്റെ പാപ്പ ഉണ്ടല്ലോ അതടിച്ചിരിക്കുക ഗൈസ്. ഇനി ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. ഫണ്ട് കണ്ടോ ഗൈസ്? ഫണ്ടൊരു വിഷയമല്ല വിഷ്ണു, വിഷയമല്ല. കണ്ടോ ടിപ്പ് വരെ കൊടുത്തിട്ട് താടി അടിച്ചതിന് ഇതാ കൊടുക്കാൻ പോകുന്നത്. ഹാപ്പി ബാക്കി FD കിട്ടോ. സ്മൈൽ ഇങ്ങനെയൊക്കെ ഈ മോൾക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ ഒരു ഇഷ്ടാർത്താവില്ല. അതിനാണ് ഫോട്ടോ എടുത്തത്. ഓക്കെ ബൈ ഗൈസ്. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മൾ മാർക്കറ്റ് എത്തി. അടിപൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ കയറി ഇറങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി കയറിയെന്നുള്ളൂ. യെസ്, ഏതാ മാർക്കറ്റ്? 6 കിലോമീറ്റർ കുറെ ഉണ്ട് പോവാൻ. ബാക്കി ഞാൻ ഞങ്ങൾ എടുത്ത വിഷ്വൽ വെച്ച് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ലേസ് ഒക്കെ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് കയറിയാണ്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ കേട്ടോ. യെസ്, നീ പറയണ്ടോ? ഓക്കെ ഗൈസ്, പതിവ് പോലെ മലയാളിൻ്റെ അതേപോലെ തന്നെ അവിടെ കയറി ഒന്നും വാങ്ങിയില്ല, ഇറങ്ങിപ്പോകുന്നു. എല്ലായിടത്തും കയറുണ്ട് നമ്മള്, പക്ഷെ ഒന്നും വാങ്ങൂല. ഓക്കെ, അതെ അതെ. നമ്മള് നേപ്പാളത്തെ ഏറ്റവും വലിയൊരു ടവർ നമ്മൾ കണ്ട വിഷയം സാധനം അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, പക്ഷെ ഇത് ക്ലോസ് ചെയ്തു. ആ അല്ലിപ്പോ നമ്മള് പൈസ എടുത്ത് കയറിയുണ്ടാവും. ആകെ 1000 നമ്മള് ഫോറിനർ അല്ലേ? നമുക്ക് നമ്മള് ഇന്ത്യയിൽ നിന്നല്ല മണ്ട വരുന്നത്. നമ്മള് നേപ്പാളിലെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. നേപ്പാളത്തെ സ്പെഷ്യൽ ഫുഡായ ഡബിൾ എഗ് ചിക്കൻ റോൾ, കാത്തി റോൾ. അപ്പുറം എന്താ പറയാ? ബജി ആണോ പറയാൻ? പക്ഷെ അങ്ങനെ സാധനം കിട്ടി. അപ്പുറം കഴിച്ചിട്ട് റിവ്യൂ അറിയും. ടേസ്റ്റ് ഉണ്ടോ? ബ്ലിപ്പടിച്ച ക്യാമറ നമുക്ക്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല ടയേർഡാണ്, നമ്മൾ ഉറങ്ങാൻ പോവാണ്. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. നമ്മൾ 2ാം ദിവസമായ നേപ്പാളിൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങാനൊക്കെ റെഡിയാണ്. നമ്മൾ ഇറങ്ങാന്. യെസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടുത്തെ ഓരോ സൈറ്റ് സീയിങ്ങിലേക്ക്. നടക്ക് ഇതാട്ടോ നേപ്പാളിന്റെ ഫ്ലാഗ്. ഗൈസ്, പാനിപൂരിക്കല്ല വെള്ളം എന്ന് കരുതിയിട്ട് വിഷ്ണുവിന്റെ വെള്ളം എടുത്ത് കുടിച്ച് പാനിപൂരി. അങ്ങനെ നമ്മളിപ്പോ ഒരു ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നാണ്. അങ്ങനെ നമ്മളിവിടുത്തെ ദർബാർ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ ഉണ്ട്. അടിപൊളിയാണ്. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാന്ന് വെച്ചാൽ നമ്മൾ യോധയിലെ മോലാല് വരില്ലേ, അക്കുസൊട്ടോ ഉണ്ണിക്കൊട്ടോ എന്ന് പറയണേ ആ സ്പോട്ടാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ ഫുൾ കാത്മണ്ഡു കാണാൻ പറ്റും. അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റും. കേറിയിട്ട് ചത്തേണ്. എന്നിട്ട്
നമുക്കിവിടെ അക്കോസോട്ടൊന്നും കിട്ടിയിട്ടുണ്ട്. ഫുള്ള് സീനാണ്, ഫുള്ള് വർത്തനമാണ് അക്കോസോട്ടം. ഇതാണ് ആ സ്റ്റെപ്പ്, ഒരു ഇരുന്ന മോഹൻലാല് അക്കോസോട്ടൊക്കെ ഇരുന്ന സ്റ്റെപ്പ് ഇതൊക്കെയാണ്. ബുദ്ധിയാണ് മെയിൻ അഫ്രീദിന്റെ, കുരുട്ട് ബുദ്ധിന്റെ ആവശ്യത്തിനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനത്തെ ആറാമറത്തെ ബുദ്ധിയൊക്കെ കിട്ടും. നമ്മൾ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താ കിട്ടുക നോക്കട്ടെ. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി, നൂഡിൽസ് ഓർഡർ ചെയ്തു. നമ്മൾ വേറെ സ്പെഷ്യൽ ഫുഡായ മോമോസ് കഴിക്കും. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ പോക്കറയിലേക്കുള്ള ബസ് കയറി. അഫ്രീദ് ബാക്കിലുണ്ട്, അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അവിടെ ബസ് കയറി നമ്മൾ പോക്കറയിലൊക്കെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തി. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ബസ്സൊന്നും ഇറങ്ങി, നല്ല ഉറങ്ങി. ആ മൂന്നാളും മൂന്ന് സ്ഥലത്ത്. പൈസ പോയി, ആരെടുത്തെന്നൊന്നും അറിയില്ല. നാട്ടിലത്തെ ഒരു 400-500 രൂപേൻ്റെ അടുത്ത് ആരോടുത്ത്. ഇനി ഞങ്ങളെ കൈമല്ല ഇവിടെ നിൽക്കാൻ. ഇവിടുത്തെ ഒരു അടിയാണ്. ഞാൻ 5 പൈസ ഇല്ലേ പേഴ്സിൽ. എന്ത് ചെയ്യുമെന്ന് യാതൊരു വിധ ഒരു ഐഡിയയും കിട്ടണില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്താക്കണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. മുമ്പിൽ തെറ്റി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തെല്ലാം കഴിയുണ്ടാവും. ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ ഏതോ ഒരു ചെങ്ങായി ചായ വാങ്ങി തന്നു. ചായ അടിക്കും. പൈസ ഇപ്പൊ വരും, ട്രിപ്പ് കൊടുക്കൂല. പൈസ ഫുൾ ഓണാണ്, ട്രിപ്പ് ഓണാണ്. പൈസ ഓണായി കൊണ്ടിരിക്കണുള്ളൂ. ഗൈസ്, ഞങ്ങളുടെ ആലിഞ്ചോടിന്റെ രോമാഞ്ചും കഞ്ചുക കുഞ്ചുകുമായ ഞങ്ങളെ അബൂബക്കർ വല്യപ്പ ഞങ്ങൾക്ക് വേണ്ടി പൈസ അയച്ചിരിക്കുന്നു. ഗൈസ്, ഇതിനോട് സഹചരിച്ച റിൻഷാദിനും പിന്നെ ആലിഞ്ചോടുള്ള അബൂബക്കർ സാഹിബിനും പിന്നെ എന്തായാലും അമീറും പിന്നെ വിഷ്ണുവിന്റെ അച്ഛനമ്മയും വളരെയധികം നന്ദി ഞങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം ഞങ്ങൾ ഇരട്ടി തിരിച്ചു തരുന്നതാണ്. ബൈ, അസ്സലാമു അലൈക്കും. ലിഫ്റ്റൊക്കെ കിട്ടി. അടിപൊളി വ്യൂ ഉണ്ട്, പാലൊക്കെ, തൂക്കുപാലൊക്കെ. അങ്ങനെ നമ്മൾ ബസ് കയറി ലേക്കിലേക്കുള്ള. 2 ആൾക്കാരെ പരിചയപ്പെട്ടു. യെസ്, ചെക്കന്മാരാണ് നമ്മള് അവിടേക്ക് എത്തിച്ചത്. അപ്പൊ ഞാൻ ഓര് പറഞ്ഞു നമ്മൾ ഇനി ഓരോ കൂടെ പോവാം. അങ്ങനെ നമ്മള് പോക്കരത്തെ ലേക്കിന്റെ അവിടെ എത്തി. നല്ല വിഷയം വ്യൂ ഉള്ള ലേക്കാണ്. ചുറ്റിനും മല. അവിടെ നടുക്കൊരു ചെറിയൊരു ഐലാൻഡ് ഉണ്ട്. അവിടെ ചിലപ്പോ ഹോട്ടല് ഇതൊക്കെ ആവും. എന്റെ മക്കളെ, യെസ്, അവിടത്തെ കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തോണ്ടെങ്കിൽ നമ്മൾ പോണില്ല. ഈ ബോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ നമ്മളെ ചാലത്ത് പോയി നമുക്ക് കഴിഞ്ഞൂടെ. നടക്ക് പൈസ. അങ്ങനെ നമ്മളിവിടെ ടെന്റ് അടിച്ച്. യെസ്, ഇന്നിവിടെ സ്റ്റേ. ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ രാത്രി നമ്മളിവിടെ സ്റ്റേ അടിച്ച് പോക്കര വന്ന് പിറ്റത്തെ ദിവസം. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. അരെ വാ, നമ്മളെ ചെക്കന്മാരോട് ഒന്ന് ചായ അടിക്കുന്നുണ്ട്. പ്രീത, ഗുഡ് മോർണിംഗ്. അരെ വാ ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബർഗറും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത്. പിന്നെ ഫിഷ് ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വ്യൂ ഒക്കെ ഉണ്ട് അവിടെ. എടുക്കാൻ മറന്നുപോയി സുന്ദര നിരക്കിൽ.
ഇതെടുത്ത സ്കൂളാണ്. ഏതാ വ്യൂ? എന്തേ ഒന്നുകൂടി പഠിക്കണം അവിടെ വന്നിട്ട്? ഉള്ള തന്നെ ജയിക്കാന്നുള്ള ആൾക്കാര്. അങ്ങനെ നമ്മളിപ്പോൾ ഗുഹേൻ്റെ ഉള്ളിലാണ്. ഇവിടെ ക്യാമറ ഒന്നും എടുക്കാൻ പാടില്ല, എന്നാലും കാണിച്ചു തരാം നമ്മൾ വ്യൂവേഴ്സിന് കാണേണ്ടതൊക്കെ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റിസ്ക് പഠിച്ചോനെ. വെള്ളച്ചാട്ടമാണ് ഗൈസ്. നമ്മൾ നേരത്തെ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറി. ആ ഗുഹേൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണിത്. നമ്മളെ വാട്ടർഫോളിൽ വന്നതാണ്. വാട്ടർഫോള് വാട്ടറോടെ വിസ്പൂള്. അവിടെ കുറച്ച് പൈസ ഇടുന്നുണ്ട്. അതിലേക്ക് കറക്റ്റ് പൈസ ഇട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്ന. ഇനിയിപ്പോൾ പൂളിലേക്ക് പൈസ ഇടാഞ്ഞിട്ടോ അല്ല ഫ്രീദ? ഇതാണ് വിസ്പൂള്. ഇതിലേക്ക് കറക്റ്റ് പൈസ വീണാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. ബാക്കിയൊന്നും ഇട്ടൊന്നും ആഗ്രഹങ്ങൾ നടക്കൂല. എന്താല്ലേ നമ്മളൊന്ന് ഇട്ടൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്ത്യൻ റുപ്പിയാണ് ഇവർ എടുക്കുവോ? ആദ്യത്തെ പോയി രണ്ടാൾക്ക് ഭാഗ്യമില്ല. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഓ സിതാന് ഭാഗ്യമില്ല. ഗൈസ് പോയി, പൈസ പോയി. സിതാന്റെ അടുത്ത ട്രൈ. രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് പോയി ഗൈസ്. ഗൈസ് ഇതാ ബിസ്മിയൊക്കെ ഇല്ല ഗൈസ്. വിഷ്ണുവിന്റെ ഭാഗ്യം. വിഷ്ണുവിന് ഭാഗ്യമില്ല. വിഷ്ണുവിന്റെ പോയി ഗൈസ്. അപ്പൊ രണ്ടാൾക്ക് ഭാഗ്യമില്ല. കുറേ നേരം ഈ ലെക്ക് ട്രൈ ചെയ്യണം. ഇവർക്ക് തീരെ ഭാഗ്യമില്ല. ഇവന് ഈ ഡാം തീരെ ഭാഗ്യമില്ല. അപ്പൊ നല്ല പൈസ കൊണ്ടുപോയിട്ടുണ്ട്. സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ. കണ്ണാടി ചില്ലുപോലെ നിന്നും ശുക്കൂർ സുന്ദരനാ. ചിരിപ്പാഞ്ഞു നടക്കും ശുക്കൂറുമോൻ. മിസ്കോള് പോലൊരു ശുക്കൂറുമോൻ. ചെത്തി ചെത്തി നടക്കും ശുക്കൂറുമോൻ. റോക്കറ്റായി പറക്കും ശുക്കൂറുമോൻ. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോകുന്നു. സോനാലി ബോർഡറിലേക്ക് പോവാണ്. രാവിലെ എത്തും. 5 മണിയാവും. ബസ്സിൽ ആരുമില്ല. നമ്മൾ ബസ് ഇറങ്ങി ഇതാ ഇന്ത്യയിലേക്ക് കയറുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗോരഖ്പൂരെത്തി. ഇവിടെ നമുക്ക് 1 മണിക്ക് ട്രെയിനുള്ളത് വഡോദരയിലേക്ക്. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വഡോദര എത്തിയിട്ട് കാണാം. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മളെ വഡോദരയിലെത്തി. എത്ര മണിക്കൂർ നമ്മൾ ഒരു ദിവസം ബാക്കിയോ 8 മണിക്കൂർ നമ്മൾ ഇരുന്നാണ് ഗൈസ്. ഇങ്ങനെ സ്പെഷ്യൽ ട്രെയിൻ കയറി നേരത്തെ വരണമെങ്കിൽ നമ്മൾ എത്തി. നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമുക്ക് അടുത്ത ട്രിപ്പ് വ്ളോഗിനും വരുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് റാത്തായിട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രിപ്പിലെത്തി. അടുത്ത ട്രിപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗ് കാണാം. എന്നാൽ ശരി, ബൈ ബൈ.